ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട്, അതേപോലെ നമ്മൾ പള്ളിയിലേക്ക് നോമ്പ് തുറണ്ട്. അപ്പോൾ അതിനേക്ക് കുറച്ച് ഫുഡും കാര്യമൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടായി ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്, അതായത് കുറച്ച് ഈദ് കളക്ഷൻസ്, അതായത് ഈദ് ജ്വല്ലറി കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടേനും. അപ്പം അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫസ്റ്റ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ നാളെങ്ങാനും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം പോകുന്നത് കുന്നമംഗലാട്ടോ, കോഴിക്കോട് കുന്നമംഗലം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ കൊടുവള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടാണ് പോകുന്നത്. ഞങ്ങൾ ഒരു മണി 1:30 ആയിട്ടുണ്ട് പോകുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് ഉസ്താദിന് കുറച്ച് നോമ്പ് തുറക്കുമ്പോഴേക്ക് കുറച്ച് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണം. അപ്പം പെട്ടെന്ന് അതിനോട്ട് ഈ പോക്ക് അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം സൺഡേ ആണിന്ന്. അനിയന് ഫ്രീ ഉള്ള ടൈം ഇന്നാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ടാക്കി. അപ്പോഴാണ് ഉസ്താമാർ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളത് രാവിലെ വന്നത്. അപ്പോൾ രണ്ടും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ പറയുക, അപ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ നോക്കുകയും വേണം, വീഡിയോസൊക്കെ പെട്ടെന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ കൊടുവള്ളി പെട്രോൾ പമ്പിലൊക്കെ കയറി പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുവള്ളി കഴിഞ്ഞിട്ടോ, ടൗണൊക്കെ കഴിഞ്ഞ് കുന്നമംഗലം എത്താനായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൽ എന്ന് പറയുന്നത് ഒരുപാട് ബ്രൈഡൽ കളക്ഷൻസും അതേപോലെ ഇതിന് തന്നെ ഒരുപാട് കളക്ഷൻസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കുന്നമംഗലം സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്, സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നാളെ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പുറത്തിറങ്ങി, അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കുറച്ച് പർച്ചേസ് ചെയ്യേണ്ടതിനും അതൊക്കെ അനിയനൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം മേടിച്ച് നമ്മളെ വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്ന വീട്ടിലേക്കാണ്. ഇപ്പം സമയം 3 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ വേഗം വരാൻ വേണ്ടിയിട്ട്. കാരണം ഉമ്മ ഒറ്റക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ വേഗം ആക്കണമല്ലോ. അപ്പം എന്താ പറയുക, 3 ഉസ്താദുമാരേ ഉള്ളൂ, അവർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കൊടുത്തു വിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓല അവിടുന്ന് തുറന്നോളൂ, വീട്ടിലേക്ക് വരൂല. വീട്ടിലേക്ക് ഉസ്താദ് നമ്മൾ വീട്ടിലേക്ക് വരും ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഒരു 5:30 ആകുമ്പോഴേക്ക് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ പത്തിരിയും പിന്നെ ചിക്കൻ കറിയും ബീഫും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ സ്നാക്സും കാര്യമൊക്കെ. സ്നാക്സ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക കേട്ടോ ചെയ്യുന്നത്. സ്നാക്സ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ വന്ന് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ഉമ്മ ഇവിടെ പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചുടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വിചാരിക്കും നിങ്ങൾ എന്താണെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ മല്ലിയിലയും പുതിനയിലും കേട്ടോ. അപ്പോൾ വാപ്പ കച്ചവടം കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിയുള്ള ബാലൻസ് ഇങ്ങനെ വന്നതേനു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറിയിൽ ഫുള്ള് മല്ലിയിലയും ഇത് തന്നെ ആയിക്കോട്ടോ. കാരണം ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അമ്മേൻ്റെ ബീഫ് വരട്ടിയത് അപ്പോഴേക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബീഫ് വരട്ടാണ്. ഉമ്മ ബീഫ് വരട്ടാൻ ഉഷാറാണ്. നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ലതായിട്ട് വരട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റും പിന്നെ ചിക്കൻ കട്ട്ലേറ്റും അതേപോലെ ചിക്കൻ സമൂസ പിന്നെ കുറച്ച് നൂൽപുട്ടും ഉണ്ട്. നമ്മൾ 3 ആൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഭക്ഷണങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉസ്താദ് വന്നു, നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കിട്ടി. അതിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് ഫുഡൊക്കെ അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തു. നമ്മൾ ചിക്കൻ കറി വെച്ചു, ബീഫ് പിന്നെ പത്തിരി നൂൽപുട്ട് പിന്നെ തരി ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിൽ തരി അങ്ങനെ ഒരു കുടിക്കലില്ല, കൂവെള്ളമാണ് കുടിക്കൽ, കാരണം ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് തരി കാച്ചിട്ടോ. പിന്നെ സ്നാക്സൊക്കെ അതിൽ വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റംസ് പച്ചമുന്തിരിയും പിന്നെ കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് ബത്തക്ക ഉണ്ടെങ്കിൽ ബത്തക്കയും വെച്ചു. അത് കഴിഞ്ഞ് ഉസ്താദ് വന്നു.
ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മൾ നോമ്പ് വിശേഷങ്ങൾ. കാരണം പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോയുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.